ഇന്നത്തെ ബോർഡ് ഒരു സാധാരണ യോഗമാണ്. അതിൽ 10-40ഓളം അജണ്ടകളുള്ള ഒരു സാധാരണ യോഗം മാത്രമേ ഇന്നത്തെ ബോർഡുള്ളൂ. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നോട്ടീസിന് മറുപടിയായി. നോട്ടീസിന് മറുപടി ഇന്ന് കൊടുക്കും. മറച്ചു വെക്കേണ്ട ഒരു വസ്തുതയില്ല. പിന്നെ തെറ്റിദ്ധരിപ്പിച്ചും വെട്ടിപ്പിടിച്ചിട്ടും ദൈവത്തിനൊരു ഭൂമിയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യില്ല. പക്ഷെ നീതി നിർവഹിക്കണമല്ലോ. തർക്കം കോടതികളിൽ വ്യവഹാരത്തിലുള്ള ഭൂമിയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതെ പറയാം. ഓക്കെ, അങ്ങനെ ചോദ്യം വന്നിട്ടില്ല. ഒരു പ്രിപ്പയർഡുള്ള കാര്യമല്ലോ. ഓക്കെ, എന്നാ ശരി. ഓക്കെ, സന്തോഷം. താങ്ക് യു. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഗ്യാപ്പ് ഉണ്ടായി. കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നു എന്ന സംസ്കാരം വരാൻ പാടില്ലല്ലോ. ഞാൻ പറയട്ടെ, കടലിനടുത്ത് തറഞ്ഞ അവിടെ കയ്യേറുക, വനത്തിനടുത്ത് താമസിച്ചാൽ വനം കയ്യേറുക, ദേവസ്വത്തിൻ്റെ അടുത്ത് തറഞ്ഞാൽ ദേവസ്വം ഭൂമി കയ്യേറുക, വക്കഫിനടുത്ത വക്കഫ് കയ്യേറുക. അങ്ങനെ ഒരു സംസ്കാരം വളരാൻ പാടില്ലല്ലോ. കേരളത്തിലെ വനഭൂമി എത്ര കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ? എവിടെ പോയത്? പട്ടയം കൊടുക്കാൻ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ മത്സരിക്കല്ലായിരുന്നു. എത്ര ശതമാനം വനഭൂമി സർക്കാർ വിറ്റതല്ലോ. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. തൽക്കാലം അത് ഉമീദ് പോർട്ടലിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. 2019 വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള, വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുനമ്പം ഭൂമി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിനു വേണ്ടിയുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രം. എൻട്രി ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനത്തെ നിലപാട് മുഖ്യമന്ത്രി എന്ന നിലക്ക് പറയുകയോ ക്യാബിനറ്റിലെ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടായേക്കാം. അതല്ലാതെ ഒന്നും വന്നിട്ടില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് അപ്പോൾ പ്രതികരിക്കേണ്ട ഒരു മാറ്ററാണ്, ഒരു ചോദ്യമാണ്. അതെ, അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലെ ചില കാര്യങ്ങൾ മീഡിയനോട് ഇപ്പോൾ പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഔദ്യോഗികമായി സർക്കാർ പറയേണ്ട കാര്യമാണ്. അദ്ദേഹം അഭിപ്രായക്കാരനാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, മറ്റു അഭിപ്രായം ഉണ്ടോ എന്നുള്ളത് ചോദിക്കാമല്ലോ. അത് പറയാൻ കഴിയില്ല. അങ്ങനെ ലീഗിനൊരു നിലപാടെടുക്കാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. അവിടെ ഫാറൂഖ് കോളേജിൻ്റെ താല്പര്യമാണോ വഖഫിൻ്റെ താല്പര്യമാണോ വലുത് എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ലീഗ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഫാറൂഖ് കോളേജ് ഇതിൽ കൾപ്രിറ്റാണ്. അത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അതിനകത്ത് വല്ലാതെ തലനാരിഴ കീറി പരിശോധിക്കേണ്ട ഒരു വസ്തുതയല്ല. ഫാറൂഖ് കോളേജ് ഈ വിഷയത്തിൽ മെയിൻ കൾപ്രിറ്റ് അവരാണ്. ട്രിബ്യൂണൽ കേസ് കിടക്കുകയാണ്. ഏതാനും അടുത്ത് തന്നെ ട്രിബ്യൂണലിന് വിധിയാവും എന്ന് പ്രതീക്ഷ. അല്ല, മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അല്ല, മൊത്തത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടത്തി. അതെ, അതെന്താണോ, നിങ്ങൾ രാഷ്ട്രീയ നേതാവായി ആകുമ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ഭരണകർത്താവുമ്പോൾ നടപ്പാക്കാൻ കഴിയില്ല. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ നടക്കുന്ന ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സാധനമല്ലെന്ന് എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാമല്ലോ. അദ്ദേഹം രാഷ്ട്രീയ നേതാവുമ്പോൾ പറഞ്ഞൊരു കാര്യമാണത്. അത് പിന്നീട് അദ്ദേഹം തന്നെ 8ൻ്റെ പണി കിട്ടി എന്തൊക്കെ പറഞ്ഞ് കേട്ടു. അതുകൊണ്ട് അതൊക്കെ ഒരു സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ തോന്നുന്നത് ആലങ്കാരിക പദപ്രയോഗം മാത്രമായിരിക്കാം. പലതവണ ഉണ്ടായിട്ടുണ്ട്. 1-2 കാര്യങ്ങളൊക്കെ മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്.
ആ ചർച്ചയിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തിയും പെട്ടും ഉള്ള ഒരു തീരുമാനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. ഒരു അടഞ്ഞ അധ്യായം ഇനി രണ്ടാം തുറക്കണ്ടല്ലോ, അത് അവസാനിപ്പിക്കുക. ഒരു അടഞ്ഞ അധ്യായം അതിനകത്ത് വേറെ അറിയോപ്പില്ലല്ലോ, അങ്ങനെ ഒരു വിഷയം പൊതിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഉള്ളത് തലയിൽ മുഴുവൻ വഖഫാണ്. വഖഫായി രജിസ്റ്റർ ചെയ്യുകയല്ല, വഖഫായി മുമ്പേ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കിടക്കുന്നതും എന്നാൽ മുത്തല്ലിമാരുടെ അനാസ്ഥ കൊണ്ടോ മുത്തവല്ലിമാർ കുറ്റാരോപിതരായി മാറ്റി നിർത്തിയ വഴിയോ നിൽക്കുന്ന മുമ്പേ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് പ്രോപ്പർട്ടികൾ, അങ്ങനെ 400ഓളം പ്രോപ്പർട്ടികൾ ബോർഡ് നേരിട്ട് എൻട്രി ചെയ്തു. അത്രയുമാണ് ഈ കാര്യമുള്ളത്. ഈ കാര്യമാണ് വിശദീകരിച്ചിട്ടുള്ളത്. സർക്കാർ എന്ന ഉദ്ദേശമുണ്ട്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ അവരോഹണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമല്ല. നിലവിൽ സർക്കാരുകൾക്കുണ്ടായിരുന്നു. സർക്കാർ അല്ലെന്നൊരു തീരുമാനം സർക്കാർ ഇതുവരെ എടുത്തിട്ടില്ല. അല്ല, സർക്കാരുകൾ അല്ലെന്നൊരു നിലപാട് എടുത്തിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അഭിപ്രായമാണെന്ന് ക്യാബിനറ്റിലുള്ള വേറെ മന്ത്രിമാർ പറഞ്ഞിട്ടുമുണ്ട്. അത് വി.ഡി. സതീശൻ എന്ന വ്യക്തിയുടെ സ്വന്തമായ അഭിപ്രായമായേക്കാം എന്ന് മുന്നണിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാബിനറ്റിലുള്ള മന്ത്രിമാർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മുൻപ് വഖഫാണെന്നും വഖഫ് അല്ലെന്നുള്ള അഭിപ്രായത്തെ കേരളത്തിലുള്ള ക്യാബിനറ്റിലെ മറ്റു മന്ത്രിമാർ നിരാകരിച്ചിട്ടുണ്ട്. അഥവാ വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തള്ളിയതായിട്ട് രേഖയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വഖഫാണ് എന്ന കാര്യത്തിൽ ആർക്കും ഭിന്നാഭിപ്രായം ഉണ്ടാവാൻ ഇടയില്ല. വേറെ ചില കാര്യങ്ങളാണ് അതിൽ സമവായത്തിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ല, അത് ഞങ്ങൾ രണ്ടാം ഘട്ട ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ട കുറേ അനുമാനങ്ങളുണ്ട്. കുറേ കോംപ്രമൈസിങ് ഫോർമുലേഴ്സൊക്കെ വന്നേക്കാം. ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ ഈ പാവങ്ങളെ മാത്രമല്ല ഉള്ളത്. അവിടെ റിസോർട്ടുകളുണ്ട്, ബാർ അറ്റാച്ച് റിസോർട്ടുകളുണ്ട്, അതല്ലാത്ത കൈവശക്കാരുണ്ട്, 3-5 സെൻറ്റ് മേടിച്ച് 50 സെൻറ്റ് വളച്ചു കിട്ടിയവരുണ്ട്. അങ്ങനെ കുറേ സംഗതി ഇതിൻ്റെ എൻക്രോച്ച് ഒക്കെ വേറെയും കിടക്കുന്നുണ്ട് ഇതിനകത്ത്. അതൊന്നും ഇപ്പോൾ പറയാം. അന്ന് വരുന്ന സമയത്തല്ലേ കോടതി എന്ത് തീരുമാനിച്ചാലും ആ നെക്സ്റ്റ് അപ്പലേറ്റ് അതോറിറ്റികൾ ഉണ്ടെങ്കിൽ അതുകൂടി എൻജോയ് ചെയ്ത് അവസാനം തീരുമാനം അംഗീകരിക്കും. ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ അവസാനം തീരുമാനങ്ങൾ അംഗീകരിച്ചല്ലോ. നാട് വിട്ടു പോയിട്ടൊന്നുമില്ല ആരും. അപ്പോൾ അതൊക്കെ വേറെ കാര്യം, അതെല്ലാം നമ്മൾ തീരുമാനിക്കും. അത് ഇനി കുറച്ചുകൂടി കയറാനുണ്ട്. കുറച്ച് ഏറെക്കുറെ കയറിയിട്ടുണ്ട്. 350 അത്തരം ഭൂമികൾ വേറെ കയറിയിട്ടുണ്ട്. മുത്തവല്ലികൾ ഇല്ലാത്ത ഭൂമികൾ ഇങ്ങനെ 380ഓളം ഭൂമികൾ ബോർഡ് നേരിട്ട് കയറ്റിയിട്ടുണ്ട്. അത് തർക്കമൊന്നുമില്ല അതിനർത്ഥം. മുനമ്പം പോലും അപ്ലോഡ് ചെയ്തപ്പോൾ കോടതിയിൽ തർക്കവസ്തു എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ സത്യസന്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് കോളം ഉണ്ട് അതിനകത്ത്. ഉമീദിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനൊരു കോളുണ്ട്. ആ കോളത്തിൽ ഇത് കോടതികളിൽ വ്യവഹാരത്തിലിരിക്കുന്ന ഭൂമിയാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. വളരെ സത്യസന്ധമായാണ് ആ കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. ഇൻചാർജ് വന്ന് ജബ്ബാർ, അതിനുശേഷം ഹാരിസ് വന്നു. സ്ഥിരമായി വന്നപ്പോൾ ജബ്ബാറിന് മാറി. അത്ര മാറുള്ളൂ. ഇനി വേറെ CEO വരും, അപ്പോൾ ഇവരും മാറും. എല്ലാത്തൊരു ചോദ്യമാണല്ലോ അത്. അല്ല, അവർക്കാണോ? അപ്പോയിൻമെൻറ്റ് 5 വർഷത്തെ അപ്പോയിൻമെൻ്റ് ആണ്. അല്ലല്ല, അപ്പോയിൻമെൻറ്റ് 5 ഇയർ ടെനോറാണ്. അപ്പോയിൻമെൻറ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് 5 ഇയർ ടെനോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2031 മാർച്ച് മാസം വരെയൊക്കെ കാണാം. ഉദ്ദേശം മനസ്സിലായില്ല. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ബോർഡ് ഒരു
അതോറിറ്റി അല്ലേ, സ്റ്റാറ്റ്യൂട്ടറി ബോർഡല്ലേ. അതിൻ്റെ ആ ബോർഡിൻ്റെ ചുമതലയിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. ആ തീർച്ചയായും അവരല്ല, മന്ത്രിയെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പാർട്ടി ഒരു നിലപാടെടുക്കണം. ആ പാർട്ടി വിഷയത്തിൽ വ്യക്തമായ നിലപാട് ജനങ്ങളോട് പറയണം. അല്ലെങ്കിൽ ഇത് പൊതിക്കാത്ത തേങ്ങ കിട്ടിയ കൊണ്ടിടക്കാൻ പറ്റില്ലല്ലോ. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സാമുദായിക പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊരു ആദ്യമേ നിങ്ങൾ കണക്കാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇത് ഒരു ഉടമസ്ഥാവകാശ തർക്കമാണ്. മുനമ്പത്ത് 404 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് മാത്രമാണ് തർക്കം. ആ തർക്കത്തിൽ കോടതികളാണ്, സിവിൽ കോടതികളാണ് അവസാനം തീരുമാനം എടുക്കേണ്ടത്. കോടതി എന്ത് തീരുമാനമെടുത്താലും ബോർഡ് അത് ശിരസ വഹിക്കും. ബോർഡിന് പ്രശ്നമില്ല. പക്ഷേ കോടതികൾക്ക്, ജുഡീഷ്യറിക്ക് അത് തീരുമാനിക്കാനുള്ള അവകാശം കൊടുക്കാതെ ഇടയിൽ കയറി പ്രസംഗിക്കുന്നത് അനുചിതമാണ് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു വ്യക്തത കുറവില്ലല്ലോ. അല്ല, സർക്കാരിൻ്റെ നിലപാട് പറയാൻ അവരുടെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ബോർഡിന് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുക? ബോർഡിൻ്റെ ഡോക്യുമെൻ്റൽ എവിഡൻസും ഹിസ്റ്ററിയൊക്കെ വെച്ചുകൊണ്ടൊരു തീരുമാനം ബോർഡ് എടുക്കാനല്ലേ കഴിയുള്ളൂ. അതല്ലാത്ത നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. അതെ, അതൊരു രണ്ടാം ഘട്ട ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ട ഒരു കോംപ്രമൈസ് ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. ബോർഡ് ആദ്യം ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുമായി സംസാരിച്ചിട്ടുണ്ട്. അല്ല, ആ പരിഹാരങ്ങളൊന്നും തന്നെ ഒരു അന്തിമമല്ലായിരുന്നു. റഫ് ഐഡിയയിൽ വെച്ചുള്ള ചില ചർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഉന്നതതല യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചർച്ചകൾ ചിലത് നടന്നിട്ടുണ്ടെങ്കിലും ഇതിനു വേണ്ടി മാത്രമായൊരു ചർച്ച നടന്നിട്ടില്ല. ബോർഡിൻ്റെ വിഷയമല്ല അത്. സർക്കാരിന് ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിന് മുകളിലുള്ള ഒരാളെയാണ് നിയമപ്രകാരം CEO നിയമിക്കേണ്ടത്. പക്ഷേ CEO പെട്ടെന്ന് സ്ഥലം മാറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി CEO സ്ഥലം മാറ്റിയപ്പോൾ പകരം ഒരാൾക്ക് താൽക്കാലിക ചുമതല കൊടുത്തിരിക്കുകയാണ്. അതത്രയേ ഉള്ളൂ. അതിന് താൽക്കാലിക ചുമതല മാത്രമാണ്. അത് അവർ CEO ആയിട്ട് നേരിട്ട് അപ്പോയിൻമെൻ്റ് അല്ല. അത് CEO അപ്പോയിൻമെൻറ്റ് ചെയ്യണമെങ്കിൽ കേന്ദ്ര നിയമ 2025 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിന് മുകളിലുള്ള ഒരാളെ ഗവൺമെൻറ് നിയമിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വാക്ക് പ്രസക്താൻ വേണ്ടിയിട്ടോ. കാരണം പ്രശ്നപരിഹാരത്തിന് ഫോർമുലകൾ പലതും വെക്കാനുണ്ട്. അതിന് ഉത്തരവാദപ്പെട്ടൊരു ബോഡി വരട്ടെ, ഒരു ചർച്ച വരട്ടെ, അവിടെ വരും. അത് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പറയേണ്ട വസ്തുതയാണ്. സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. അല്ല, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് സർക്കാരാണ് അത്തരം ഒരു നീക്കങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത്. അതെ അതെ അതിപ്പോൾ പറയില്ല. അത് പ്രശ്നപരിഹാരത്തിനിരിക്കുന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട അജണ്ടകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഡ്വാൻസ് ആയി പറയാൻ കഴിയാം. ആയിക്കോട്ടെ, ഉള്ളത് മതി. എത്ര വെച്ചാൽ ഉള്ളത് മതി. കടലെടുത്തത് വേണ്ട. കടലെടുത്തല്ലാത്ത സർവേ എന്ന് ചെയ്യാലോ. സർവേ ചെയ്ത് കടലെടുത്തത് കഴിച്ച് ബാക്കി എത്രയാണുള്ളത് ആ ഭൂമി. പൊളിറ്റിക്സ് അല്ലേ, പലതും കാണുമല്ലോ. പക്ഷേ എനിക്കറിയാൻ പറ്റില്ല, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോയെന്ന് പറയാൻ കഴിയില്ല. അതാർക്കും പറയാൻ കഴിയില്ല. വഖഫ് അല്ല എന്ന് ആർക്കും അദ്ദേഹം പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു വക്കീലും കൂടിയാണല്ലോ.
അദ്ദേഹം അങ്ങനെ പറയാൻ എന്താണ് അദ്ദേഹത്തിന് അതിൻ്റെ ചേതോവിഹാരം എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അദ്ദേഹത്തോട് ചോദിച്ചാലേ അറിയാൻ കഴിയുള്ളൂ. ആ ആധാരത്തിൽ 2 തവണ വഖഫ് ആധാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖഫ് ബോർഡ് ചെയർമാൻ എന്ന നിലക്ക് പ്രതിബദ്ധതയുള്ളത് വഖഫ് ബോർഡിനോടാണ്. വഖഫ് ബോർഡിനോട്, വഖഫ് പ്രോപ്പർട്ടീസിനോട്, ആ വഖഫ് കമ്മ്യൂണിറ്റി അവരോടാണ് ആദ്യത്തെ പ്രതിബദ്ധതയുള്ളത്. അതനുസരിച്ച് ആ ഫയലിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ആ ഫയലിൽ കാണുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിവിടെ തീർക്കാൻ കോടതികളൊക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ ജുഡീഷ്യറി ഉണ്ട്. അതെ, അതെ. അത് എന്ത് തന്നെ വന്നാലും അങ്ങനെ ചില അടുപ്പങ്ങളും ബന്ധങ്ങളൊക്കെ കാണാം. പക്ഷേ അവരും എന്നോട് മറിച്ചൊന്ന് ചെയ്യണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വസ്തുതാപരമായ ഒരു തീരുമാനം, ഡോക്യുമെൻ്റൽ എവിഡൻസ് പരിശോധിച്ച് ഉള്ള തീരുമാനം എടുക്കാനല്ലേ ഈ പൊസിഷനിലിരിക്കുമ്പോൾ നിൽക്കാവുള്ളൂ. ആ പൊസിഷനിലിരിക്കുമ്പോൾ അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. അതനുസരിച്ച് നടപടികൾ എടുത്തു. ഇനി സർക്കാരിനും ഭരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ജുഡീഷ്യറിക്കോ ഒരുപാട് ഇതിലൊക്കെ അവസരങ്ങൾ ഇനി ഉണ്ടല്ലോ. അല്ല, വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കും. ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ര വലിയ റിജിഡൊന്നല്ല, ഫ്ലെക്സിബിളാണ്. ആ കാര്യത്തിൽ വഖഫ് പ്രോപ്പർട്ടി ഉറപ്പുവരുത്തുന്ന തീരുമാനങ്ങൾ പല ഭേദഗതികളും വരുത്താൻ പറ്റും. ഏത് ഇല്ല, അങ്ങനെ ഒരു സൂചനയില്ല. അങ്ങനെ ഒരു സൂചന അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിയമിച്ചവർക്ക് വല്ലതും ഉദ്ദേശമുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്കിവിടെ പ്രാക്ടിക്കലി അങ്ങനെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ന് പുതിയ സിഒനെ വെച്ചായിരുന്നു ഞങ്ങളുടെ യോഗം കഴിഞ്ഞത്. വളരെ സുഗമമായിട്ടുള്ളൊരു യോഗമാണ്. എല്ലാ രീതിയിലും ബോർഡിനോട് സഹകരിച്ച് നിൽക്കുന്നു. അവരുടെ മാസ്റ്റർ എന്ന് തന്നെ ബോർഡാണ്, ബോർഡിൻ്റെ സ്റ്റാഫാണ് അവർ. സർക്കാർ അധിക ചുമതല കൊടുത്തു എന്ന് മാത്രമുള്ളൂ. ബോർഡിൻ്റെ എല്ലാ നിബന്ധനകൾക്കും വിധേയമായി ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവർ. അവരുടെ പോസ്റ്റിംഗ്, ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് അതോറിറ്റി ഒക്കെ ബോർഡാണ്. ഇന്ന് ഇവിടെ ഉള്ളവരെ വേണമെങ്കിൽ കോഴിക്കോട്ടേക്ക് വെക്കാനോ കോഴിക്കോടുള്ള ആളെ തിരുവനന്തപുരത്തേക്ക് വെക്കാനോ ഒക്കെ ബോർഡിന് അധികാരമുള്ള ആ ഉദ്യോഗസ്ഥയാണ് അവർ. അതുകൊണ്ട് അവർ ബോർഡിനോട് യാതൊരുവിധ ഏറ്റുമുട്ടലുകളോ മറ്റോ ഉണ്ടാവില്ല. വളരെ സഹകരിച്ചാണ് ബോർഡുമായി അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് അവരെ നിയോഗിച്ചത് എന്തർത്ഥത്തിൽ എന്ന് പറയാൻ കഴിയില്ല. നിലവിലുള്ള ആളെ മാറ്റി പകരം ഒരാളെ കണ്ടെത്താനുള്ള പ്രയാസം കൊണ്ട് താൽക്കാലിക ചുമതല കൊടുത്തു എന്ന് വേണം അനുമാനിക്കാൻ. അല്ല, പരിഹാരം ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പരിഹാരം എന്നുള്ളത് വഖഫ് ഭൂമി വഖഫായി സ്ഥിരപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അനന്തര നടപടികളിലൂടെ പിന്നീട് റീഹാബിലിറ്റേഷൻ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. അതൊക്കെ അതിൻ്റെ ലെവലിൽ അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കമ്മീഷനും കോടതിയും ഒക്കെ വിട്ടുള്ള സംവിധാനങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതെ, പരാതി കിട്ടി. കേന്ദ്രത്തിനൊരു പരാതി കിട്ടി. കിട്ടിയ പരാതി പറയുന്നത് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ അധികാരമില്ലാത്തതാണ് അവർ ഉൾപ്പെടുത്തി. രജിസ്ട്രേഷൻ എന്നാണ് ഉൾപ്പെടുത്തുന്നത്. രജിസ്ട്രേഷൻ അല്ല ശരിക്ക്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്ലോഡ് ചെയ്യാൻ അധികാരമില്ലായിരുന്നു, ഇല്ലാത്ത ഭൂമിയാണ് ചെയ്തത് എന്നാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു വിശദീകരണം ചോദിച്ചു. ക്ലിയറായി രേഖാമൂലം നമ്മൾ മറുപടി കൊടുത്തു. മറുപടി ഇന്ന് അല്ല, മറുപടി ഇന്ന് കൊടുക്കും. അല്ല, അതിന് നോട്ടീസ് കിട്ടി. മറ്റു നടപടികൾ 16ാമത്തെ മീറ്റിംഗ് ശേഷം കൊടുക്കുമെന്ന് അറിയിച്ചു. ആദ്യമേ അറിയിച്ചു. ഇന്ന് ഡീറ്റെയിൽ മറുപടി ഇന്ന് കൊടുക്കും. എന്ത് നിലപാടാണ് അവർ ക്യാബിനറ്റ് എടുക്കാൻ കഴിയുക? ഇതിനകത്ത് വഖഫാണ് ഇത് എന്ന അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാരിന് എന്ത് നിലപാടെടുക്കാൻ കഴിയും? 10 മിനിറ്റ് എന്നത് ഞാൻ നേരത്തെ ആലങ്കാരിക പ്രയോഗം. പിന്നെ 8ൻ്റെ പണി തന്നു. സത്യത്തിൽ 8ൻ്റെ പണി 8ലെ പശുവാണത്.
ഈ 10 മിനിറ്റ് എന്നുള്ള പ്രയോഗം ഒരു 8 പശുവായിരുന്നു. പിന്നെ അത് 8ൻ്റെ പണിയായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞതായേക്കാം, ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. കാരണം ഇപ്പോൾ നിയമോപദേശകർ, ഔദ്യോഗിക നിയമോപദേശകരുണ്ടല്ലോ. അന്നത്തെ അദ്ദേഹത്തിൻ്റെ നിയമോപദേശകർ അനൗദ്യോഗിക നിയമോപദേശകരായിരുന്നു. ഇന്ന് സർക്കാരിന് ഏജൻസിയുണ്ട്, ധാരാളം GP-മാരുണ്ട്, സീനിയർ GP-മാരുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ ഗവൺമെൻറ് ഉണ്ടല്ലോ. ഇനി കൊടുക്കുന്ന നിയമോപദേശങ്ങളൊക്കെ ഔദ്യോഗിക ആയേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്താൻ സാധ്യതയില്ല. യെസ്, അവർ ചെയ്യില്ലല്ലോ, ചെയ്തിട്ടുമില്ല, അവർ ചെയ്യുമില്ല. കാരണം അവരാണ് ഈ ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദു. അവരാണ് വഖഫ് പ്രോപ്പർട്ടി വിറ്റ് പൈസയാക്കാനുള്ള ഗൂഢാലോചന ആദ്യമായി ചെയ്തത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് പോളുമായി ഒരു മുഖ്തിയാർ ഉണ്ടാക്കുന്നത്. ആ മുഖ്തിയാറിൻ്റെ ബലത്തിലാണ് കുറേ പാവങ്ങൾക്ക് ഇത് വിറ്റ് കാശാക്കുന്നത്. ആ പാവങ്ങളാണെങ്കിലോ ചുളുവിലേക്ക് കിട്ടുമ്പോൾ വേറെ അടിയാധാരങ്ങൾ പരിശോധിച്ച് കാണില്ല. അല്ലെങ്കിൽ അവർ മേടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അടിയാധാരം കാണണമെന്ന് പറഞ്ഞാൽ അടിയാധാരം ഏതെങ്കിലും വക്കീലിനോട് പരിശോധിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇത് വിൽപ്പന അധികാരമില്ലാത്ത ഭൂമിയാണെന്ന് അവർക്ക് അറിയാമായിരിക്കും. പക്ഷേ അവർ അതിന് മുതിർന്നിട്ടുണ്ടാവില്ല. പിന്നെ പോൾ വക്കീലിനെ പോലത്തെ KPCC ഭാരവാഹിയൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ പോലത്തെ ഒരാൾ ഇടനിലക്കാരനായിട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ നോക്കിയിട്ടുണ്ടാകുമെന്ന് ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ട് കാണും. എന്തായിരുന്നാലും മുനമ്പത്തെ അങ്ങനെ താമസിക്കുന്ന ഹതഭാഗ്യരായ വഞ്ചിക്കപ്പെട്ട നിവാസികളോട് ഞങ്ങൾക്കൊരു വിദ്വേഷവുമില്ല. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ള മാർഗം എങ്ങനെയാണ് എന്നത് പിന്നീട് ഔദ്യോഗിക തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനിച്ചു വരേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് മന്ത്രിമാർ, KM ഷാജി അടക്കമുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വകുപ്പയാണ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അഭിപ്രായമായേക്കാമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, അത് അങ്ങനെ അതിനകത്ത് വേറെ അഭിപ്രായം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള വഖഫിൻ്റെ ചാർജുള്ള മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീനോട് വരെ ചോദിക്കാവുന്നല്ലേ വഖഫാണോ അല്ലേ എന്ന് കൃത്യമായ അഭിപ്രായം പറയാൻ പറഞ്ഞാൽ മതിയല്ലോ. തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് അവിടുത്തെ നിവാസികൾ. അത് ഫാറൂഖ് കോളേജ് അധികൃതരും അവർ മുഖ്തിയാറാവകാശം കൊടുത്ത് ചുമതലപ്പെടുത്തിയ ഒരു അഡ്വക്കേറ്റ് പോൾ ഉണ്ടായിരുന്നു, KPCC ഭാരവാഹി. അദ്ദേഹവും അവരെല്ലാവരും കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് വിൽപ്പന അധികാരമില്ലാത്ത ഭൂമി ഈ പാവങ്ങൾക്ക് വിറ്റ് കാശാക്കിയത്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, ബാക്കി സ്ഥലം വിറ്റിട്ടൊന്നുമില്ല. അതെ 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 യെസ്. ഞങ്ങൾ കോടതിയിൽ ഞങ്ങളുടെ വക്കീലന്മാരുണ്ടായിരുന്നു, കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനമാണ്. 2 പേരെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതും സർക്കാരിൻ്റെ അധികാരമാണ്. സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷേ നമ്മളൊരു അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുക, കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ട്. അത് വഖഫ് ബോർഡിൽ നോൺ മുസ്ലിങ്ങളും ഇല്ല, ദേവസ്വം ബോർഡിൽ നോൺ ഹിന്ദുക്കളും അംഗങ്ങളല്ല, അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സഭകളിലോ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കലായിരിക്കും നല്ലത് എന്ന് പറയാം. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും നിയമ സംവിധാനങ്ങളും കോടതി വിധികളും സർക്കാർ ലെജിസ്ലേഷനൊക്കെ ഉണ്ടല്ലോ, അതിനെ മറികടന്ന് വല്ലാതെ ബഹുദൂരം സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ. അതിൻ്റെ പിറവിൽ നിന്നുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേരളം ഭരിക്കുന്ന കക്ഷികൾ തന്നെ കൊടുത്ത പരാതി സുപ്രീം കോടതിയിൽ പരിഗണിക്കാനിരിക്കുകയാണ് ഇതിനെതിരെ. അങ്ങനെ പരിഗണിക്കാനിരിക്കെ അവർക്ക് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ അവർ ആ കേസ് പിൻവലിക്കണമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് ആ 2 പേരെ ചേർക്കുക എന്ന നിയമത്തിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്, കേസ് ഫയൽ തീർപ്പാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെ 2 പേരെ വെക്കാൻ കഴിയും? ഒന്നില്ലെങ്കിൽ ആ കേസ് പിൻവലിക്കണ്ടേ? നീർക്കോലി പിടിച്ച അവസ്ഥയിലായിട്ടുണ്ട്.
ഒരുപാട് കോടതികൾ, ഒന്നിലധികം കോടതികൾ വഖഫ് ഭൂമി എന്ന് ഇതിനകം വിധി പ്രസ്താവിച്ച ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അത് വഖഫല്ലെന്ന് പറയാവുന്ന ഒരു കാര്യവുമില്ല. ഇതിനു മുമ്പ് സംസ്ഥാന ഗവൺമെൻറ് ഇത് വഖഫെന്ന് അംഗീകരിച്ചിട്ടുള്ളതുമാണ്. പറവൂർ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യുക വഴി അങ്ങനെയും വഖഫ് എന്ന സ്റ്റാറ്റസ് നിലനിൽക്കുന്നതാണ്. പിന്നെ ഉമീദ് പോർട്ടലിൽ എല്ലാ വഖഫ് സ്വത്തുക്കളും എൻട്രി ചെയ്യുക എന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത വഖഫ് ബോർഡിനുണ്ട്. 59,000-ഓളം വഖഫ് പ്രോപ്പർട്ടികൾ അങ്ങനെ കേരളത്തിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ബോർഡ് നേരിട്ട് രജിസ്റ്റർ ചെയ്തു, അപ്ലോഡ് ചെയ്തു. മറ്റ് പലതും ബഹുഭൂരിപക്ഷവും അതത് വഖഫ് യൂണിറ്റുകളുടെ മുത്തവല്ലിമാർ രജിസ്റ്റർ ചെയ്തു, എൻട്രി ചെയ്തു. മുനമ്പത്തിൻ്റെ വിഷയത്തിൽ അതും 400ഓളം മറ്റ് വസ്തുക്കളും, മുനമ്പമടക്കം 400ഓളം വസ്തുക്കൾ ബോർഡ് നേരിട്ട് അപ്ലോഡ് ചെയ്തു. ബോർഡിന് ഫോർമുലകൾ പലതും വെക്കാനുണ്ട്. ബോർഡ് മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നവരാ. മനുഷ്യത്വം ബോർഡിനുണ്ട്. മനുഷ്യനാണ് ഏറ്റവും വലുത്. ആ ചിന്താഗതി ഒന്നും വിട്ടുകളയില്ല. പക്ഷേ കയ്യേറ്റ സംസ്കാരത്തെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. കാസർഗോഡ് ടാറ്റ ഹോസ്പിറ്റലിലെ ആ ഒരു ഫോർമുല ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെക്കുന്നത് ഈ സോഷ്യൽ ഹാർമണിക്ക് അതൊരു നല്ല കാര്യമായിരിക്കും. അവിടെ അത് നന്നായിരുന്നു, അവിടെ അത് നന്നായിരുന്നു. ഇവിടുത്തെ ചർച്ച വരട്ടെ. താങ്കളിപ്പോൾ പറയുന്നത് പ്രശ്നപരിഹാരത്തിനൊരു തുറന്ന സാധ്യത തന്നെ ബോർഡിന് മുന്നിലുണ്ട്. അത് ആ ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ടതാണ്. സർക്കാർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ താങ്കൾ സഹകരിക്കും എന്നതാണ്. അതെ, അതായത് ഇപ്പോൾ പ്രമാദവൽക്കരിച്ചിട്ടുള്ളത് കുറച്ച് വീട്ടുകാരെ 100-115 വീട്ടുകാരുണ്ട്, അവരുടെ കാര്യമാണെന്നാണ്. ഇത് അല്ല അവിടുത്തെ യഥാർത്ഥ പ്രശ്നം. അവിടെ വേറെയും പ്രശ്നങ്ങളുണ്ട്. കയ്യേറ്റം വ്യാപകമായി നടന്നിട്ടുണ്ട്, റിസോർട്ടുകളുണ്ട്, ബാർ അറ്റാച്ച് റിസോർട്ടുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുകയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരിഗണിക്കണമല്ലോ. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വരുമ്പോഴാണ് നീതി ഉറപ്പാക്കി എന്ന് പറയാൻ പറ്റില്ല. ഏത് സർക്കാരിൻ്റെയും ബാധ്യത നീതി ഉറപ്പാക്കലാണ്. നീതി ബന്ധപ്പെട്ടവർക്കൊക്കെ ഉറപ്പാക്കണം, നിയമം നടപ്പാക്കണം. മറിച്ച് അവസാനം ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇതൊരിക്കലും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇത് തികച്ചും ഉടമസ്ഥാവകാശ തർക്കമാണ്. ആ ഉടമസ്ഥാവകാശ തർക്കത്തിന് അവസാന പരിഹാരം എന്നുള്ളത് കോടതികളാണ്. കോടതികൾ വിധികളെ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പ്രശ്നം കഴിഞ്ഞു നാട്ടിൽ. ബാക്കി രണ്ടാം ഘട്ടമാണ്. അത് ഇപ്പം പറയില്ല. അത് ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരേണ്ട പരിഹാര ഫോർമുലകളിൽ പെട്ട ചിലതായതുകൊണ്ട് അത് ഇപ്പോൾ പറയുന്നത് ഉചിതമല്ല. അതെ അതെ ഈ പലതരം വിഷയങ്ങളുണ്ട്. ഈ ഭൂമിയിലും മൂന്നാക്കി ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, വില കൊടുത്ത് മേടിച്ച ആളുകൾ, 10 സെൻറ്റ് വില കൊടുത്ത് മേടിച്ച് 10 സെൻറ്റിൽ മാത്രം താമസിക്കുന്നവർ, അവർ വഞ്ചിക്കപ്പെട്ടതാണെന്നുള്ള വേറെ കാര്യം. എന്നാലും അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാം. 10 സെൻറ്റ് വില കൊടുത്ത് 10 സെൻറ്റ് മാത്രം കൈവശം വെച്ച് താമസിക്കുന്ന ബോണഫൈഡ് തീർന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, എങ്കിലും രണ്ടാമത്തവർ 10 സെൻറ്റ് ഭൂമി 3 സെൻറ്റ് മേടിക്കും, ഒരു 50-60 സെൻറ്റ് വളച്ചു കെട്ടിയിട്ട് താമസിക്കുന്നവർ. മൂന്നാമത്തത് 1 സെൻറ്റും പൈസ കൊടുത്ത് മേടിക്കാതെ വളച്ചു കെട്ടി താമസിക്കുന്ന ആളുകൾ. ഇതിൽ പെടാതെ റിസോർട്ടുകളും ബാറുകളും വെച്ച് കൊണ്ടു നടക്കുന്ന വേറെ ആളുകൾ. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ നടത്തണം ആദ്യം. അതുകൊണ്ട് ഞാൻ അത്രയിലേക്കാണ്, ഞാൻ അതിലേക്ക് വെളിച്ചം വീശിയിട്ട് അത്ര സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, അത് സർവേ നടത്തണം. എന്നാൽ വ്യക്തമായ ചിത്രം ഗവൺമെൻറ്റിനും കിട്ടും, സർക്കാരിന് കിട്ടും, ലോകർക്കൊക്കെ കിട്ടും. ബന്ധമുണ്ട്.
ഇല്ല, നിയമത്തിന് വിരുദ്ധമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി നിൽക്കാനും മുസ്ലിം ലീഗിന് കഴിയാതെ പോകുമല്ലോ. രണ്ടും തമ്മിൽ മാറുമ്പോൾ എന്ത് ചെയ്യണം? പിന്നെ ഇപ്പോഴേ ഉണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗിന് ഫാറൂഖ് കോളേജ് വഖഫ് സ്വത്തിന് വഖഫിനെതിരായ ഒരു തീരുമാനമെടുക്കാൻ ലീഗിനോ ലീഗുകാർക്കോ സാധിക്കില്ല. ലീഗിനോ ലീഗുകാർക്കോ സാധിക്കില്ല. ഞാൻ ഒന്നിച്ചാണ് പറയുന്നത്, എന്നെ രണ്ടാക്കി പറയുന്നില്ല. അവർക്ക് സാധിക്കില്ല, അങ്ങനെ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കില്ല. സമുദായത്തോട് എന്ത് പറയും? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ വഖഫ് ആധാരം 2 സ്ഥലത്ത് വഖഫ് ആധാരം എന്ന് മാത്രം പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് വഖഫല്ല എന്ന വ്യാജേനെ ഇത് ഗിഫ്റ്റാണ് എന്ന വ്യാജേനയാണല്ലോ ഈ മുഖ്തിയാർ കൊടുത്ത് വേറെ ആൾക്ക് കൊടുത്തിരിക്കുന്നത്. ആ മുത്തവല്ലി അഥവാ ഫാറൂഖ് കോളേജ് തന്നെ പറവൂർ കോടതിയിൽ കൊടുത്ത വിശദീകരണത്തിൽ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ്. 60-70 കാലഘട്ടമുണ്ട്. 50 മുതൽ 68 വരേക്കുള്ള കാലയളവിൽ പലതവണ പറവൂർ കോടതിയിൽ വ്യവഹാരം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഫാറൂഖ് കോളേജ് ഇത് വഖഫാണ്, വഖഫിൽ നിന്ന് കയ്യേറ്റക്കാരെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്.